ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ജഡൻ വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോ ആയിട്ടൊന്നുമല്ല, ഒരു വ്ലോഗായിട്ടാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വ്ലോഗ് ചെയ്യുന്നത്. ഇതിപ്പോൾ അടുത്ത് ചെയ്ത വീഡിയോ അല്ല കേട്ടോ, ഞാൻ കുറച്ച് മുന്നേ, അതായത് കോവിഡ് അറ്റാക്കിൻ്റെയും ലോക്ക്ഡൗണിൻ്റെയൊക്കെ മുന്നേ ചെയ്ത വീഡിയോ ആണ്. ഞാൻ ജിദ്ദയിലായിരുന്നപ്പോൾ ഇത് 2 ഡിഫറെൻറ്റ് പ്ലേസിൽ 2 ഡിഫറെൻറ്റ് ഡേയ്സിൽ പോയത് ഞാനൊന്ന് ക്ലബ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഈ 2 പ്ലേസ് ഒരു പെറ്റ് ഹൗസും ഒരു റെസ്റ്റോറൻറ്റും ആണ്. പെറ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എല്ലാം കാണുന്ന ഒരു പെറ്റ് ഹൗസ് അല്ല, വളരെ ഡിഫറെൻ്റ് ആണ്. നല്ല വെറൈറ്റി പ്ലേസ് ആണ്, എല്ലാവർക്കും ഇഷ്ടമാകും. കുട്ടികൾക്ക് എന്നൊന്നും പ്രത്യേകിച്ച് പറയേണ്ട, എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഇഷ്ടമാകും. അത്രയ്ക്കും ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അത് മിസ്സാക്കരുത്, കംപ്ലീറ്റ് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പോൾ അതാ നമ്മൾ റെസ്റ്റോറൻറ്റ് മുന്നിലെത്തിയിട്ടുണ്ട്. ഐ എം ഹംഗ്രി എന്നാണ് ഈ റെസ്റ്റോറൻറ്റ് പേര്. ഈ പേരിൻ്റെ വെറൈറ്റിയും പിന്നെ ഈ റെസ്റ്റോറൻറ്റ് എക്സ്റ്റീരിയർ എല്ലാം കണ്ടപ്പോൾ ഒന്ന് കയറണം എന്ന് തോന്നിയിട്ട് കയറിയതാണ്. ഇത് ഒരിക്കലും ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഫാമിലി സെക്ഷനിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് ഓർഡർ ചെയ്ത് ബില്ലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇരിക്കാനൊരു പ്ലേസ് നോക്കാം. ഈ റെസ്റ്റോറൻറ്റിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിനകത്ത് സാധാരണ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് അല്ലാതെ വുഡ് കൊണ്ട് ഒരു സെപ്പറേറ്റ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു പ്ലേസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫുഡൊന്ന് എത്തണം. ഇവിടെ കിഡ്സിനുള്ള പ്ലേ ഏരിയ ഉണ്ട്. ഇവിടെ മിക്ക ഫാമിലി റെസ്റ്റോറൻറ്റിലും ഉണ്ടാവാറുണ്ട് കിഡ്സിനുള്ള പ്ലേ ഏരിയ, അതുപോലെ ഇവിടെയും ഉണ്ട്. അപ്പോൾ ഇതാ ഫുഡ് റെഡിയായി കോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് പോയി കളക്ട് ചെയ്യാം. ഓർഡർ ചെയ്ത ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് ബർഗേഴ്സ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ എത്തിയിട്ടുള്ള ഫുഡ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഓർഡർ ചെയ്തതിൽ ഹംഗ്രി ഡബിൾ ബർഗർ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇത്. ഒരു ഹംഗ്രി ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കിഡ്സ് ബർഗർ കിറ്റാണ്. ഇത് എന്താ ഇതിനകത്തുള്ളത് നമുക്കറിയില്ല, അവർ സ്റ്റഫ് ചെയ്തതാണ്. നമുക്കത് നോക്കാം. പിന്നെ മറ്റൊന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് 2 ജ്യൂസും ഒരു ഡയറ്റ് ഡബിൾ ബർഗറും ആണ്. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഡയറ്റ് ഡബിൾ ബർഗർ ഒന്ന് തുറന്ന് നോക്കാം ആദ്യം. ഇതാണ് നമ്മുടെ ഡയറ്റ് ഡബിൾ ബർഗർ. ഇതിനകത്ത് നമുക്ക് ബർഗർ ബണ്ണില്ല, ബാക്കിയെല്ലാം സെയിം തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇനി കിഡ്സിൻ്റെ ബർഗർ കിറ്റിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അവരുടെ കിഡ്സിൻ്റെ കിറ്റ്. അതിനകത്തൊരു ചെറിയ ടോയ് ഉണ്ട്, പിന്നെ ഒരു ജ്യൂസ് ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ബോക്സ് ഉണ്ട്, പിന്നെ ഒരു ബർഗർ ഉണ്ട്. അതാണ് അവരുടെ കിഡ്സിൻ്റെ ബർഗർ കിറ്റിനകത്തുള്ളത്. വാങ്ങിയ എല്ലാ ബർഗറും ടേസ്റ്റ് ഉണ്ട്. ഇത് ഡയറ്റ് ഡബിൾ ബർഗറാണ്. ഇതും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഈ ഐസ്ക്രീം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മളിനി ഐ എം ഹംഗ്രിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളുള്ളത് മറ്റൊരു സ്ഥലത്താണ്, പെറ്റ് ഹൗസിൻ്റെ മുന്നിലാണുള്ളത്. അടിപൊളി പ്ലേസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പെറ്റ് ഹൗസിൽ നമ്മൾ സാധാരണ പെറ്റ് വാങ്ങാനാണ് പോകാറ്, പക്ഷേ ഇവിടെ സന്ദർശിക്കാനുള്ള ഒരു അവസരം അവർ തരുന്നുണ്ട്. ഒരുപാട് സന്ദർശകരുണ്ട്, അതുപോലെ വാങ്ങിക്കാനും ഒരുപാട് പേരുണ്ട്. ഇവിടെ പെറ്റ് ആനിമൽസ് ആയിട്ട് പലതും ഉണ്ട്. പൂച്ചകളുണ്ട്, ഡോഗ്സ് ഉണ്ട്, ചില എലികൾ വരെ ഉണ്ട്. പിന്നെ ചില ബേർഡ്സ് കാണാൻ നല്ല ഭംഗിയാണ്. ചില ബേർഡ്സിൻ്റെ ആക്ടിവിറ്റീസ് കാണുന്നത് തന്നെ നമ്മളൊന്ന് നോക്കിയിരിക്കും. അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബേർഡ്സിൻ്റെ പല ആക്ടിവിറ്റീസും കാണാൻ നല്ല ഭംഗിയാണെന്ന്. അപ്പോൾ ഈ ഒരു ബേർഡ് ഇപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ ഫുഡ് എടുത്ത് കൊണ്ടുവരാണ്. നമുക്കപ്പോൾ അതൊന്ന് നോക്കാം. ഇതിന്റെ കണ്ണോക്ക് നമ്മളവിടെ ഉണ്ടായിരുന്ന സമയത്ത് സെയിലായ ഒരു ഡോഗാണിത്. എല്ലാ ആനിമൽസിനും നല്ല രീതിയിൽ തന്നെ ഇവർ ഇതിന് ഷെൽട്ടർ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈന് നമുക്കൊരു ഫോറസ്റ്റിൻ്റെ ഫീല് തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ആനിമൽസിൻ്റെ സെക്ഷൻ കൂടാതെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണത്. ഇവിടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ നാച്ചുറൽ പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ അക്വാട്ടിക് പ്ലാന്റ്സും ചിലത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലും ഉണ്ട് ആർട്ടിഫിഷ്യലും നാച്ചുറലും ആയിട്ടുള്ളത്. നമുക്ക് പുറത്തുനിന്ന് ഗ്ലാസ് പെയിൻ തന്നെ ഈ ഒരു ഏരിയ കാണാൻ പറ്റും. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് ഇതിനകത്ത് കയറാൻ തോന്നും. ഇത് മറ്റൊരു സെക്ഷൻ അക്വാറിയംസ് ആണ്. മിക്കവരുടെയും ഫേവറേറ്റ് ഏരിയ തന്നെയായിരിക്കും. എനിക്കും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണത്. പല ടൈപ്പിലുള്ള മീനുകളുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഇവിടുത്തെ പൂച്ചകളെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള പൂച്ചകളാണ്.
ബേർഡ്സ് നല്ല വെറൈറ്റി ബേർഡ്സ് ഉണ്ട്. പിന്നെ പല ടൈപ്പ് പാരറ്റ്സ് തന്നെ ഉണ്ട് ഇവിടെ. ഇത് കേജ് ആയിട്ടും ഇവിടെ സെയിലുണ്ട്, അതുപോലെ വെറും ബേർഡ്സ് മാത്രമായിട്ടും സെയിലുണ്ട്. പിന്നെ ഒരു ടൈപ്പ് എലികളാണിത്. ഇതും പെറ്റായിട്ട് ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വിസിറ്റ് ചെയ്ത പെറ്റ് ഹൗസിലെയും റെസ്റ്റോറൻറ്റിലെയും വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.